നമ്മളെല്ലാവരും നന്നായി ചിരിക്കുന്നവരാണ്. ചിരിക്കാറില്ലേ? ചിരിക്കാറുണ്ട്. ഉറങ്ങാറുണ്ടോ? പിന്നെ ഉറക്കമില്ലാണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? എന്നാലേ 3 ചിരി 3 ഉറക്കം ഇത് രണ്ടും അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. 3 സ്ഥലങ്ങളിൽ ചിരിക്കുന്നതും 3 സമയത്ത് ഉറങ്ങുന്നതും അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അള്ളാഹ്ക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈമാൻ ഉണ്ടാവുമോ? ഈമാൻ ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും വലിയ കുടുസിലേക്ക്, ടെൻഷനിലേക്ക് നമ്മൾ ചെന്ന് വീഴും അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ആ 3 ചിരി? നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന 3 ചിരിയും 3 ഉറക്കം ഏതാണെന്ന് പഠിക്കണം. ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തണം. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന്, നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ദിവസം സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചിരിച്ചെല്ലാവരും ഒന്ന് ചിരിക്കടോ, ഒന്ന് മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചേ. ചിരിച്ചല്ലേ? എന്നാലേ ചില ചിരികൾ നമ്മൾ അപകടത്തിലേക്ക് എത്തിക്കും. ചില ചിരികൾ നമ്മൾ അപകടത്തിലേക്ക് എത്തിക്കും. ചില ഉറക്കങ്ങൾ നമ്മെ അപകടത്തിലാക്കും. ഇപ്പോൾ ചിരി എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. ഒരാൾ ചിരിച്ച് കാണുമ്പോൾ ഇതൊരു സന്തോഷം, നമ്മുടെ കൽപ്പിലും സന്തോഷം വരുന്നേ. ചില ആൾക്കാരുണ്ട് അസ്സലാമു അലൈക്കും നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ അസ്സലാമു അലൈക്കും, ഇപ്പോൾ അവർ പറയും വലൈക്കും അസ്സലാം. എന്തിനും ഇപ്പോൾ സലാം പറഞ്ഞ് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ? ഈ സലാം പറയാൻ പറഞ്ഞത് ഹൃദയത്തിൽ ഇങ്ങനെ സ്നേഹം ഒരു ഉടമൂലമാകാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ സലാം പറയുമ്പോഴാണെങ്കിലും അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു കണ്ടോ, ചിരിച്ചുകൊണ്ട് പറയാം. ചിരിക്കാൻ പഠിക്കണം സംസാരത്തിൽ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 24 മണിക്കൂർ ഇളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കോലം ഉണ്ടാകാൻ പാടില്ല. ചിരി വിടരട്ടെ, പുഞ്ചിരി വിടരട്ടെ. പൊട്ടിച്ചിരിക്കലല്ല, പുഞ്ചിരികൾ അല്ലേ? പുഞ്ചിരി വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഉറക്കം അനുഗ്രഹമാണ് അല്ലേ? ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ യാ അല്ലാഹ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അല്ലേ? നമുക്ക് ചില സമയത്തൊക്കെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. ഈ കൂടുതലും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ 3-4 ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് ചിലപ്പോഴൊക്കെ രാത്രിയിൽ 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് ഉറക്കം കിട്ടുക. അപ്പോൾ ഈ ഡ്രൈവിൻ്റെ ഇടയിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ബാലൻസ് അങ്ങ് തെറ്റിപ്പോവും. ചിലപ്പോൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ആടിയിട്ടായിരിക്കും നടക്കുക. സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതല്ല വായിലൂടെ പുറത്തേക്ക് വരണത്. ഉറക്കം വല്ലാത്തൊരു അനുഗ്രഹമാണ്. അത് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളത് അത് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. പിന്നെ അൽഹംദുലില്ലാഹ് നന്നായി ഉറങ്ങാനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പടച്ചവൻ ആഫിയത്ത് തരാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം കേട്ടോ. പിന്നെ ഈ ഓടി നടക്കുമ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അത് വല്ലാത്തൊരു സന്തോഷമാണ്. ഉമ്മത്തിന് വേണ്ടി ഓടി നടക്കാൻ പടച്ചറബ്ബ് ഒരു തൗഫീക്ക് തന്നല്ലോ എന്നാണ്. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് തന്നത് നിലനിർത്തുമാറാകട്ടെ. അപ്പോൾ ഉറക്കം വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ബാലൻസ് പോവും. കുറച്ച് ദിവസങ്ങൾ ഉറങ്ങാതിരുന്നാൽ മരണം വരെ നമുക്ക് സംഭവിക്കും അല്ലേ? നമ്മുടെ ബോഡിയുടെ പ്രവർത്തനം കൃത്യമാകണമെങ്കിൽ ഉറക്കം കൃത്യമാകണം. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഈ സാധനങ്ങൾ രണ്ടും അനുഗ്രഹമാണ് എന്ന് ആരോടും പറഞ്ഞു തരേണ്ടതില്ല. പക്ഷേ ചില സമയങ്ങളിലെ ഉറക്കം അള്ളാഹ്ക്ക് ദേഷ്യമാണ്. ചില സമയങ്ങളിലെ ചിരി അള്ളാഹ്ക്ക് വെറുപ്പാണ്. അപ്പം അള്ളാഹുവിന് വെറുപ്പുള്ള ചിരികൾ, ഉറക്കങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായാൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല, ജീവിതമാകെ താറുമാറായി പോവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ അബുല്ലൈസ് സമർക്കന്ദി റഹിമഹുല്ല രേഖപ്പെടുത്തി വെക്കുന്ന കാര്യമാണ്. നമുക്ക് ആദ്യം ചിരിയെക്കുറിച്ച് പഠിക്കാം. ഈമാൻ തെറ്റിച്ച് കളയുന്ന 3 ചിരി അല്ലേ? ഏതാണ്? ഒന്നാമത്തെ ചിരി അല്ലാഹ്കു ഫിൽ ജനാസ. മയ്യത്തിൻ്റെ അടുക്കൽ ചിരിക്കുക, ജനാസയുടെ അടുക്കൽ പോയി നിന്ന് ചിരിക്കുക. അത് അള്ളാഹ്ക്ക് വെറുപ്പാണ്, അള്ളാഹ്ക്ക് കോപാണ്. അതിലൂടെ നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ വെറുപ്പ് വരാനും ഈമാൻ നഷ്ടപ്പെടാനും ഒക്കെ കാരണമാവൂലേ? പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം? ഞങ്ങൾ മുസ്ലിമാണേ എന്നും പറഞ്ഞ് നടക്കുന്നതിൽ പിന്നെ എന്താ അർത്ഥമാണുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര ഗൗരവമാണ് ആ വിഷയം അല്ലേ? നമ്മൾ മരിച്ച വീട്ടിൽ പോകണം എന്തിനാ ശരിക്കും? മയ്യത്ത് കാണാനാണോ? അല്ലല്ലല്ല. അങ്ങനെ മയ്യത്ത് കാണുന്നതിൽ ഒരു പുണ്യമില്ല. മനസ്സിലായോ? രക്തബന്ധങ്ങളുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ, അല്ലാതെ അന്യ പെണ്ണിൻ്റെ മയ്യത്ത് അന്യാണിൻ്റെത് അന്യ പെണ്ണും കാണേണ്ടതിൽ ഒരു കാര്യമില്ല എന്നല്ല, നിഷിദ്ധമായ കാര്യമാണത്. ഒരിക്കലും വേണ്ട. മരണ വീട്ടിൽ പോകണത് മയ്യത്ത് കാണാനല്ല കേട്ടോ. പിന്നെന്തിനാ? അവിടെ മരിച്ചവൻ്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനാണ്. മറ്റൊന്ന് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഇതിനാണ് നമ്മൾ പോണത്. ഇന്ന് വരെ ആ പരിപാടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മരിച്ചു കിടക്കണ മനുഷ്യൻ്റെ ഭാര്യയുടെ അടുക്കൽ പോയിട്ട് പോട്ടടി സാരല്ല, അള്ളാഹു നിനക്ക് ക്ഷമ തരും ട്ടാ, പടച്ചോനൻ വിളിച്ചതല്ലേ, നമുക്ക് പോകാണ്ട് പറ്റൂലല്ല, എന്നായാലും പോകണ്ടേ, എൻ്റെ മോള് ക്ഷമിക്ക്, അള്ളാഹു നിനക്ക് ഹൈറായത് തരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ് ഈ പോണത്.
അല്ലാണ്ട് അവിടെ ചെന്ന് നിന്നിട്ട് കഥ പറയരുത്, ചിരിക്കരുത്. ചിരിക്കാനുള്ള സ്ഥലമല്ല അത്. എല്ലാം കഴിഞ്ഞുകൊണ്ട് കഫൻ ചെയ്തിട്ട് ഒരു ചോദ്യമുണ്ട്, ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടോട്ടാ. പിന്നെ ആലോചിച്ച് നോക്കി, എന്തൊരു മോശമാണത്. ഇവിടെ അല്ലേ ഫാഷൻ ഷോ ആണ് നടക്കുന്നത്, കാണാത്തവരൊന്നും ഇങ്ങനെ കണ്ടോളാൻ പറയാൻ. ഇല്ല, അങ്ങനെ കാണുന്നതിൽ ഒരു പുണ്യമില്ല. മയ്യത്ത് കാണുന്നതിലൊരു പുണ്യമില്ല, സുന്നത്തുമില്ല, ഒന്നുമില്ല. അവിടെ പോണത് മരിച്ചവൻ്റെ ബന്ധുവിനെ ആശ്വസിപ്പിക്കാൻ, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ, ഈ സഹോദരന് നീ പൊറുക്കണയല്ല, ഈ സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണയല്ല, ദുആ ചെയ്യാനാണ്. ആശ്വസിപ്പിക്കാൻ പോണ കുറച്ച് താത്തന്മാരുണ്ട്, അത് ഞാൻ പറയാതെ വയ്യ. കാരണം അവിടെ പോയിരുന്നുണ്ട് മരിച്ച മനുഷ്യൻ്റെ ഭാര്യ അവിടെ നിന്ന് സങ്കടപ്പെടുമ്പോൾ പയ്യ അടുത്ത് വരുന്നിട്ട്, പോട്ടേടി മോളെ, എന്തുണ്ടായത്, എന്താ സംഭവിച്ചത് ശരിക്കും എന്ന് പറഞ്ഞേ, നീ പെട്ടെന്ന് മരിച്ചതാണാ, എടി ആ അറ്റാക്ക് വന്നപ്പോൾ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയാ. എന്നാലോചിച്ച്, ഈ പണിക്ക് നിങ്ങൾ നിൽക്കരുത് കേട്ടോ. ഇതല്ല ആശ്വസിപ്പിക്കൽ. ദുഃഖാചരണം 3 ദിവസമാണ്, 3 ദിവസത്തിന് പോയി ആശ്വസിപ്പിക്കാം അല്ലേ. തഅസിയത്തിന് ആദ്യത്തെ 3 ദിവസം നമുക്ക് പ്രത്യേകം സുന്നത്തുണ്ട്. 3-ാം ദിവസം പോയിട്ട് ഇങ്ങനെ ഒരു ഓട്ടമുണ്ട്. അല്ലോടിയേ, ഇത്ര പെട്ടെന്നാ പോയതല്ലേ, എന്താടി പെട്ടെന്ന് പറ്റിയത്? എൻ്റെ മോൾ ഒറ്റക്കായില്ലോ എന്നൊക്കെ പറഞ്ഞിരുന്ന് ഒരൊറ്റ അടി കൊടുക്കണം പിടിച്ചിട്ട്. അങ്ങനത്തെ സ്വഭാവമൊന്നും പാടില്ല മക്കളെ. അത് ആശ്വസിപ്പിക്കലാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ട്. എനിക്കെന്ന് വെച്ചാൽ ഞങ്ങൾ കുടുംബത്തോടെ സിയാറത്ത് പോയതാണ്. പോയി ഒരു ലോറി ഒന്ന് ഞങ്ങളുടെ കാറിലിടിച്ച്, എൻ്റെ ഉമ്മയടക്കം നമ്മുടെ സഹോദരങ്ങളടക്കം മൊത്തം 3 ആൾ സ്പോട്ടിൽ മരണപ്പെടുകയാണ്. അള്ളാഹു അവർക്ക് വലിയ ദർജ കൊടുക്കട്ടെ. ഞാനും എൻ്റെ പെങ്ങളുമാണ് ബാക്കിയത്. അപ്പോൾ ഞാനിങ്ങനെ 3-4 സർജറി കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കാണാൻ ചിലർ വന്നിട്ട് ഇങ്ങനെ എടുത്തോണ്ട്, പോട്ടേട്ടാ, പെട്ടെന്ന് അവളല്ല കൊണ്ടുപോയത്. ഇത് ഒരു തവണ എനിക്ക് രസമുണ്ട്, 1-2 വന്നിട്ട് ഇത് തന്നെ പറയാണ്. എന്നാലും ഉമ്മച്ചില്ലാണ്ട് എൻ്റെ മക്കളിഞ്ഞ് എങ്ങനെ, അതോ അതൊക്കെ ഓർത്തിട്ട് സങ്കടം വന്നിട്ട് പാടില്ല. പിന്നെ എനിക്ക് ബഹളം ഉണ്ടാക്കേണ്ടി വന്നു അവിടെ നിന്ന്. ഇങ്ങനെയല്ല ആശ്വസിപ്പിക്കേണ്ടത്. അത് നിങ്ങൾ അവരുടെ നോവിനിട്ട് കുത്തുന്ന പരിപാടിയാണ്. നിങ്ങളുടെ വിചാരം അതാണ് ആശ്വാസം, അതൊന്നുമല്ല ആശ്വസിപ്പിക്കുന്ന വാക്ക്. അവരെ ചേർത്ത് പിടിക്കുക, പോട്ടെ, ക്ഷമിക്ക്, അള്ളാഹു കൂടെ ഉണ്ടാവും, എൻ്റെ മോൾക്ക് അല്ലാഹ് പകരം തരും കേട്ടാ. ഒരു ധൈര്യം കൊടുക്കുക. റബ്ബിനെ അല്ലാതെ ആരാണ് നമ്മൾ കൊടുക്കുക ധൈര്യത്തിന്? ഇതിനാണ് മരിച്ച വീട്ടിൽ പോണത്, മനസ്സിലാവണ്ട. എന്നിട്ട് മയ്യത്തിന് വേണ്ടി ദ്വാരക്ക്. അല്ലാതെ അവിടെ പോയിന്നുണ്ട് ഒരു മാല കാണുമ്പോഴത്തേക്ക്, അതോടെ ഇതവിടെ നടി മരിച്ചത് കഴിഞ്ഞവണ തന്നെ കണ്ടില്ലല്ലോ, നീ എന്താ അയൽക്കൂട്ടത്തിന് വരാഞ്ഞ്? അടിപൊളിയായിരുന്നടി, കഴിഞ്ഞവണത്തെ അയൽക്കൂട്ടമൊക്കെ സൂപ്പറായിരുന്നു. ഇതിനല്ല മക്കളെ മരിച്ച വീട്ടിൽ പോണത്. അവിടെ കൂടിയെന്ന് കഥ പറയാനും വർത്താനം പറയാനും അല്ല, അള്ളാഹുവിൻ്റെ കോപത്തിനത് കാരണമാകും. ഈമാൻ തെറ്റിപ്പോകാൻ കാരണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തേത് വല്ലഹു ഫി മജ്ലിസ് ദിക്ർ. മജ്ലിസ് ദിക്ർ, ദിക്റിൻ്റെ മജ്ലിസ്, അതിലിരുന്ന് ചിരിക്കുക. ദിക്റൽ എവിടെ പോയ മോളെ? ദിക്റൽക്കൊക്കെ പോകണത് അതേ പള്ളിയിൽ മജ്ലിസുൻ നൂറുണ്ട്, അല്ലെങ്കിൽ മഹദറത്തുൽ ബദരിയുണ്ട്, പോയാണ്. എന്നിട്ട് അവിടെ ചെന്നിരുന്നുകൊണ്ട് കഥ പറച്ചിലാണ്. ദിക്റൽക്ക് അവിടെ ഉസ്താദും കൂട്ടിരുന്ന് അല്ലാഹ് 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 അല്ലാഹ്. ഇപ്പം ഇവിടെ അല്ലോ അല്ലോ എന്താണ് അല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ സുഖമല്ലേ? കെട്ടിയവനക്ക് ഇപ്പോൾ പഴയ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ മാറ്റമൊക്കെ ഉണ്ടോ? നന്നായ അവനക്കാ? ആഹാ, ഇത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയും മക്കളെ. ദിക്ർ, അള്ളാഹുവിൻ്റെ ദിക്ർ. നമുക്ക് എന്താ ടെൻഷൻ എന്താ കാരണം? അള്ളാഹിൻ്റെ ദിക്റിലേക്ക് നമ്മൾ ഇറങ്ങണില്ല. കേവലം ഇങ്ങനെ വാഗൊണ്ട് കുറേ പറയും, കൽബും എല്ലാം കൊടുത്തും. ദിക്റിൻ്റെ മജ്ലിസ് ചിരിക്കാനുള്ള സ്ഥലമല്ല, ചിരിച്ചാൽ ഈമാൻ തെറ്റിപ്പോവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തേത് വല്ലഹ്കു ഫിൽ മക്ബറ. മക്ബറകളിൽ ചിരിക്കുക, പള്ളിക്കാടുകളിൽ, ഖബർസ്ഥാനിൽ, അല്ലെങ്കിൽ മഹാന്മാരുടെ മസാറുകളിൽ, എവിടെ ആയിക്കോട്ടെ. അത് സാധാരണ ആളുകളുടെ ഖബറാണെങ്കിലും ശരി, പള്ളിക്കാട്ടിൽ പോയിരുന്ന് കഥ പറയാം. അവിടെ ഖബറടക്കിയിരിക്കും. അപ്പോൾ ഇവന്മാർ അവിടെ നിന്നിട്ട് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, ഉസ്താദ് ഇങ്ങനെ തസ്ബീത്ത് ചൊല്ലി കൊടുക്കുക. അവിടെ നിന്ന് തൽക്കീൻ ചൊല്ലും. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ ബിസിനസ് കടമ്പരേടാ, കുഴപ്പമില്ല അല്ലേ, പെട്ടെന്നുള്ള മരണമായിരുന്നു. അപ്പോൾ ഇവൻ്റെ മനസ്സിലില്ല, പെട്ടെന്നുള്ള മരണം ഇവനുണ്ടാവില്ല, ഇവൻ ചിന്തിക്കണില്ല, ഇവനുണ്ടാവുമെന്ന് ചിന്തിക്കണില്ല. അടുത്ത് ചിലപ്പോൾ അവനായിരിക്കും അടുത്ത ഖബർ അവിടെ കുഴിക്കേണ്ടത്, ചിന്തിക്കൂല. നമ്മളടക്കം ചിന്തിക്കാറുണ്ടോ? അവിടെ പോയി ഇന്ന് കഥ പറയുക, ചിരിക്കുക, കളിക്കുക. അള്ളാഹുവിന് വെറുപ്പാണെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. സൂക്ഷ്മത പാലിക്കണം കേട്ടോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ 3 ചിരികൾ ഇതാണ്. ഈ സ്ഥലങ്ങൾ ചിരിക്കാനുള്ളതല്ല, ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സ്ഥലങ്ങളാണ്.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ അള്ളാഹു പ്രൊട്ടക്ഷൻ തരട്ടെ. ഇനി 3 ഉറക്കമുണ്ട്. 3 ഉറക്കവും നമ്മുടെ ഈമാൻ തെറ്റിച്ച് കളയും, അള്ളാഹുവിൻ്റെ വെറുപ്പിന് കാരണമാകുമെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഉറക്കം ഏതാണ്? അന്നൗമു ഫി മജ്ലിസി ദിക്ർ. ദിക്റിൻ്റെ മജ്ലിസിലിരുന്ന് ഉറങ്ങുക. അതിപ്പോൾ പറയാനുണ്ടോ അല്ലേ? ദിക്ർ അവിടെ ചൊല്ലുമ്പോൾ നമ്മളുറങ്ങും. പെട്ടെന്ന് ചോറ് കൊടുത്തു തുടങ്ങിയ ചോറിനല്ല ദിക്റിന് പോകേണ്ടത്. ചോറ് അതൊരു ബറക്കത്തിന് ഇടുന്നതാണ്, അത് കിട്ടിക്കോളും. പോണത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയം സമാധാനം ഉണ്ടാകണമെങ്കിൽ ദിക്ർ മാത്രമേ വഴിയുള്ളൂ എന്നല്ല പറയണത്. എന്തിനാ ദിക്റിന് പോകണമെന്ന് ചോദിച്ചാൽ കൽബിന് സമാധാനം കിട്ടാൻ. നമ്മളോട് എന്തിനാ ദിക്റിന് പോകണേ? അത് ഇന്ന് രാത്രി ഇപ്പോൾ ചോറും കറിയൊന്നും വെക്കണ്ടല്ല, പള്ളിയിൽ മജ്‌ലിസുൻ നൂറുണ്ട്, നല്ല നെയ്ച്ചോറും ബീഫും കിട്ടും. നെയ്ച്ചോറും ബീഫും കിട്ടും, സമാധാനം കിട്ടും. കാരണം നമ്മൾ ദിക്റിലേക്ക് പോയിട്ടില്ല, നമ്മൾ പോയത് നെയ്ച്ചോറിൻ്റെ അകത്തോട്ടാണ്. നെയ്ച്ചോറും ഇറച്ചിയും അത് വേറെ ബറക്കത്തിന് കിട്ടിക്കോളും. ദിക്ർ ശരിയാകണം, അള്ളാഹുവിൻ്റെ ദിക്ർ. ആ ദിക്ർ പറയുമ്പോൾ വേറെ കാര്യത്തിന് പോകരുത്, അവിടെ പോയിരുന്ന് ഉറങ്ങരുത്. അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോണത് പോലെയല്ല. എപ്പോഴും ദിക്ർ ചൊല്ലുമ്പോൾ അപ്പം നമ്മൾ ഉറങ്ങിത്തുടങ്ങും. ചിലരെ പരാതി, ഉസ്താദേ ഞാനിങ്ങനെ ദിക്ർ ചൊല്ലാൻ നേരത്തെ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോവും. ഇതൊരു അഭിമാനത്തോടെ പറയുന്നത്. അത് ശൈത്വാൻ്റെ പണിയാണ്. ആ ശൈത്വാനായിട്ട് ജിഹാദ് ചെയ്യണം എന്നാണ്. ജിഹാദ് ചെയ്യാതെ കൽബുമായിട്ട് ജിഹാദ് ചെയ്യണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ളാനെ മാത്രം കൽബിൽ വെച്ചിട്ട് ദിക്ർ ചെയ്യണം. ഹൃദയത്തിലേക്ക് അള്ള ഇറങ്ങണം. ആരിറങ്ങണം? ഇറങ്ങണം. അപ്പോൾ ദിക്ർ ഹൽക്കയിൽ ഉറങ്ങിയാൽ അള്ളാഹുവിൻ്റെ കോപാണ്. രണ്ടാമത്തേത് അന്നൗമു ബഅദ സ്വലാത്തിൽ ഫജ്ർ. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങുക. വഖബുൽ ഇശാഇന് മുമ്പ് ഉറങ്ങുക. ഇത് രണ്ടും അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഉറക്കങ്ങളാണ്. സുബ്ഹി കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങരുത്, അത് മുത്തുനബിക്ക് ഇഷ്ടമല്ല. അത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് വിഭവങ്ങൾ ഇങ്ങനെ വീതിച്ച് തരുന്ന നിമിഷങ്ങളാണ്. നമുക്കിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വീതിച്ച് തരികയാണ് നമുക്ക് കിട്ടാനുള്ള ഓഹരി. ഇപ്പോൾ വാപ്പ മക്കളെയൊക്കെ വിളിക്കണം, മക്കളെ വാപ്പയുടെ സ്വത്ത് വീതിച്ച് തരാം. അപ്പോൾ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് ഉറങ്ങുമോ? എന്തേ ഇല്ല, നമുക്ക് ബോധ്യമുണ്ട് വാപ്പ തരാൻ പോവുകയാണ്, കിട്ടേണ്ടത് നോക്കി മേടിച്ചോളണം. അള്ള കൊടുക്കുക, അള്ള തരാൻ നിൽക്കുക. വേണ്ടതൊക്കെ ചോദിച്ച് മേടിക്കേണ്ട സമയം അത് ഈ സ്വബാഹുൽ ഖൈറിൻ്റെ സമയം. സുബ്ഹി കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുക, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചോദിച്ച് മേടിക്കണം. ആ സമയത്ത് ഉറങ്ങരുത്. നിരന്തരം ആ സമയത്ത് ഉറങ്ങുന്നവരുടെ വീടുകളിൽ ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കും. കാരണം അള്ളാൻ്റെ കോപത്തിന് കാരണമാണ്. അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷം ഇശാക്ക് മുമ്പായിട്ട് കിടന്നുറങ്ങരുത്. വല്ലപ്പോഴും അങ്ങനെ ഉറങ്ങിപ്പോയത് ഒരു സങ്കടമായിട്ട് പറയണ്ട, ചിലപ്പോൾ ക്ഷീണം കൊണ്ട് പെട്ടുപോയതായിരിക്കും. പക്ഷെ നിരന്തരം ഇശാഇന് മുമ്പ് ഉറങ്ങുന്ന ആളുകൾ അള്ളാഹുവിന് ആ ഉറക്കം ഇഷ്ടമല്ല. അത് ദിക്റിലാകേണ്ട ഫിക്റിലാകേണ്ട സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. മൂന്നാമത്തേത് വന്നൗമു ഫി സ്വലാഹ്. നിസ്കാരത്തിൽ ഉറങ്ങുക. നേരത്തെ പറഞ്ഞില്ലേ, കൽബിൽ അള്ളയിൽ അല്ലാഹു അക്ബർ പറയും. അള്ളാഹ് വലിയവനാണ്, അള്ളാഹ് ഏറ്റവും വലിയവനാണെന്നൊക്കെ പറയും. എന്നിട്ട് കൈ കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിയവൻ എവിടെ ഇരിക്കും? വർഷോനെ ഇനിയിപ്പോൾ രാത്രിയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒക്കെ പറയുന്നുണ്ട്. രാത്രി എന്ന് ഉണ്ടാക്കണം, ചോറാണെങ്കിൽ പറ്റണമില്ല മനുഷ്യന്. ഇനിയിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കണം. അല്ലാഹുർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു. ഈ സാധനം കൊണ്ട് എന്താ കാര്യം? അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഉറക്കത്തിലേക്ക് പോകും. നമ്മുടെ കൽബിയുടെ ഒന്നുമില്ല, ഇങ്ങനെ ആടുന്ന നിസ്കാരത്തിൽ. പ്രത്യേകിച്ച് തറാവീഹിൻ്റെ കാര്യമാണ് രസമല്ലേ? വല്ലയിടത്തോട് ഇങ്ങനെ ചിന്ത പോവും. മനസ്സിലാവുന്നുണ്ടോ? ഭക്ഷണം നിയന്ത്രിക്കുക. അമിതാഹാരം നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാതാക്കുന്നതാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്ക് നാശമാണ്, നിസ്കരിക്കാത്തവർക്കല്ല, നിസ്കരിക്കുന്നവർക്ക്. ഇങ്ങനെ ഉറങ്ങിയും ചിരിച്ചുമൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ അപകടത്തില, നാശത്തില. അപ്പോൾ ഈ 3 ഉറക്കവും 3 ചിരിയും ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാറ്റി വെക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക. പടച്ചറബ് തൗഫീക്ക് നൽകട്ടെ. സ്വബാഹുൽ ഖൈറിലുള്ളവരൊരു പ്രതിജ്ഞ, ഇന്ന് മുതൽ ഞാനിത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുന്നതാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ആരാണ് ഖുത്ബുസ്സമാൻ? എറണാകുളത്തുകാരായ ചിലരുടെയൊക്കെ പേര് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഖുത്ബുസ്സമാൻ ആരാന്നറിയാൻ പാടില്ലേ? ഭൂരിഭാഗം ആളുകൾ ശരി ഉത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മഹാനായ സയ്യിദ് ആലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മമ്പൂറപ്പൂ മഖാമിലേ. ആ പാട്ട് കേൾക്കാത്ത ആരാളുള്ളതല്ലേ? മമ്പുറത്ത് പാപ്പാടെ മദത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മമ്പുറന്നങ്ങളിൽ സയ്യിദ് ആലവിയിൽ മമ്പുറത്ത് എല്ലാവരും സിയാർത്ത് ചെയ്തിട്ടില്ലേ? സിയാർത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? അള്ളാഹു സിയാർത്ത് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? പോകാത്തവരുണ്ടെങ്കിൽ പോകണം. പോയവർക്ക് ഇനിയും പോകാൻ കഴിയണം. കാരണം എന്നെ സിയാറത്ത് ചെയ്താൽ എൻ്റെ ശുപാർശ അവനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹത്തുക്കളെ സിയാറത്ത് ചെയ്യുമ്പോൾ അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാവാണ്, ദുനിയാവിലും ആഖിറത്തിലും. അത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും.
പടച്ചറബ് അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിമ്പിളായ ചോദ്യം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അവിടത്തേക്ക് നൽകിയത് 50 വഖത്ത് നിസ്കാരമാണ്. ആ നിസ്കാരവും കൊണ്ടുവരുമ്പോൾ 5 ആക്കി ചുരുക്കാൻ സഹായിച്ച നബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഈമാനിന് കാവലേകണേ അല്ലാ. ഈമാനിന് ബലം നൽകണേ അല്ലാ. പടച്ചവനെ, ഈമാൻ തെറ്റിപ്പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. അദബും ഖുശൂഉമുള്ളവരാക്കണേ അല്ലാ. തഖ്വയുള്ളവരാക്കണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ. അസുഖബാധിതർക്ക് ശമനം നൽകണേ അല്ലാ. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാ. എല്ലാ പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും വിജയം നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഇല്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ കൊടുക്കണേ അല്ലാ. പ്രവാസികൾക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാ. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. പടച്ചവനെ, സർജറിക്ക് വിധേയരാകുന്നവരുണ്ട്, വിജയകരമാക്കണേ അല്ലാ. യാ റബ്ബന, സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സന്താനങ്ങൾ, ഇണകൾ, സഹോദരങ്ങൾ തുടങ്ങി പലരും ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക്, ഞങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ ഗ്രൂപ്പ്, ഈ സ്വബാഹുൽ ഖൈർ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, ഷെയർ ചെയ്യുന്ന ഇതിൻ്റെ വാഹകർ, ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ എല്ലാവരെയും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തു നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.